വന്ന് നിങ്ങളെ നല്ല ശബ്ദങ്ങൾ കേൾക്കണം. 9 മാസം കൊണ്ട് എം ജി ശ്രീകുമാറിൻ്റെയും യേശുദാസിൻ്റെ പാട്ട് കേൾക്കല്ലേ. 2 മാസം നമ്മളെ പാട്ട് നാട്ടുകാർ കേൾക്കട്ടെ, നമ്മളെ പാട്ട് കേട്ട് സഹിക്കട്ടെ. എൻ്റെ എല്ലാ കൂട്ടുകാരും വരണം കേട്ടാ, ഇതാണ് എൻ്റെ അഭ്യർത്ഥന. പിന്നെ എൻ്റെ ബെസ്റ്റ് കൂട്ടുകാരെ കാര്യം പറഞ്ഞാൽ എൻ്റെയും കാട്ടിയും കഷ്ടമാണ്. ഞാൻ പാടുമ്പോൾ സ്പീക്കറിൻ്റെ ഇത് ഇറങ്ങിപ്പോകും. ഇവന്മാർ പാടിയ പെട്ടിയടക്കം പണയി പോയിരിക്കും, എന്നിട്ട് പൊടുപൊടച്ചിരിക്കും. അങ്ങനെ എൻ്റെ പാട്ടുകാർ, എൻ്റെ കൂട്ടുകാരന്മാർ. എന്തായാലും ഞാൻ ഒന്നും പറയുന്നില്ല, നിങ്ങളൊന്ന് പാടുക നല്ല ഭക്തിയോടെ. പിന്നെ എൻ്റെ പാട്ട് കേട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, സൂപ്പർ പാട്ടായിരുന്നു, അടിപൊളി പാട്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ എനിക്ക് നല്ലൊരു പവറായിരുന്നു. കാരണം ഞാൻ പറയാം, നമ്മൾ മൈക്ക് രണ്ടുമ്പേക്ക് സൗണ്ട് കേൾക്കുമല്ലോ, സ്പീക്കർ പങ്കരം വെക്കും, അപ്പം പാടാം നമ്മൾ. ഞാനൊക്കെ ആ സമയം കാത്തിരിക്കും. അപ്പം പാട്ട് തീർന്ന് പൊങ്കാല മേടിക്കാൻ വരിയിലിങ്ങനെ നിൽക്കുമ്പോൾ അണ്ണൻ്റെ പാട്ട് സൂപ്പർ പാട്ടാണ്. പക്ഷേ സ്പീക്കറിൻ്റെ സൗണ്ട് കൊണ്ടാണ് കേൾക്കാൻ പറ്റാത്തത്. അത് മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ്. നിങ്ങളും അതുപോലെ തന്നെ പാടാൻ ശ്രമിക്കണം. ഞാനൊക്കെ ആ സ്പീക്കർ കംപ്ലൈൻ്റ് ആയെങ്കിൽ എന്ന് പറഞ്ഞിരിക്കും നമ്മളെ പാട്ട് കേൾക്കാൻ. നിങ്ങൾ ഒരു വട്ടം വന്ന് പാടിയാൽ മതി, പിന്നെ നിങ്ങൾ എല്ലാ വർഷം വരും. അതാണ് നമ്മൾ അയ്യപ്പൻ്റെ കഴിവെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സ്വാമിയേ ശരണയ്യപ്പ.